ഹലോ നമസ്കാരം. അപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാകുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി ഉടനെ തന്നെ പുറത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അവരോടെല്ലാം നമുക്ക് ചോദിക്കാം, നമുക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ഒരു യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചോ എന്നുള്ളതൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. വരും. സൈലത്തിൽ പ്രിപ്പയർ ചെയ്തില്ല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്രദമായിരുന്നു. മാരത്തോണൊക്കെ കണ്ടായിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ഏറ്റവും എളുപ്പമുള്ള പാർട്ട്? സൈക്കോളജി. മൻസൂർ സാറിൻ്റെ ക്ലാസ് തന്നെ ഒരുപാട് പൊളിയായിരുന്നു അല്ലേ? ഹിസ്റ്ററി എളുപ്പമായിരുന്നു. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഏതായിരുന്നു ഈസി പാർട്ട്? ഏതായിരുന്നു? മാത്സ് ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? നവോത്ഥാനം അടിപൊളിയായിരുന്നു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആയോ? മാരത്തോണൊക്കെ കണ്ടായിരുന്നു? യൂസ്ഫുൾ ആയി. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാമോ? ഏകദേശം മാത്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഏതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? സെൽഫ് ആയിരുന്നോ അതോ? സെൽഫ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പറയൂ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. മൊത്തത്തിൽ തിരിഞ്ഞോട്ട് നിൽക്കാമോ? മലയാളം ടഫായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സയൻസും ടഫായിരുന്നു. സൈക്കോളജി, മാത്സ് ഒക്കെ അതെല്ലാം എളുപ്പമായിരുന്നു അല്ലേ? കുറച്ച് നമുക്ക് മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ആവറേജ് ആണോ, ഡിഫിക്കൽട്ട് ആണോ, അതോ ഒരു എബോവ് ആവറേജ് ലെവലിൽ? ആവറേജ് ലെവൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഇതിലേറെ സിമ്പിളായിരുന്നു. നമ്മുടെ മാരത്തോൺ യൂസ്ഫുൾ ആയിരുന്നു. മാരത്തോൺ യൂസ്ഫുൾ ആയിരുന്നു. മൊത്തത്തിൽ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് എന്താണ്? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ആൾക്കാരുടെ അടുത്ത് നമുക്ക് സൈലം ഉറപ്പായിട്ടും കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് റിസൾട്ട് വരട്ടെ. താങ്ക് യു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യം നോക്കിയാൽ ഏതായിരുന്നു കുറച്ച് സിമ്പിളായിട്ട്? ഇപ്പോഴത്തെ സിമ്പിൾ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സിമ്പിളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഉഷാറായിരുന്നു അല്ലേ? ഏതായിരുന്നു കുറച്ച് സിമ്പിളായിട്ട് ഉള്ളത്? ഏതായിരുന്നു? സൈക്കോളജി ജനറൽ ഒരു സിമ്പിളായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ആവറേജ് ആണോ? ആവറേജ് ആണ്. എല്ലാവർക്കും നല്ലപോലെ എഴുതി ക്ലിയർ ചെയ്തു. മാത്സ് ആണ് കുറച്ചൊരു പ്രയാസമായിട്ട്. മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം അടിപൊളിയായിരുന്നു അല്ലേ? ഏറ്റവും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊന്ന് കുഴപ്പിച്ച ഒരു ഭാഗം ഏതായിരുന്നു? ഡിഫിക്കൽട്ടായിട്ട് പറഞ്ഞാൽ എല്ലാവരും കോമൺ ആയിട്ട് ഒരു ആവറേജ് ലെവലിൽ പറഞ്ഞ വിഷയങ്ങളും തന്നെ. ഓക്കെ. നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ്? സെൽഫ് ആയിരുന്നു അതോ? അല്ല, ഞാൻ കോച്ചിങ്ങിന് പോയതല്ലേ? അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്രാവശ്യത്തെ എക്സാംസ് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. കുറച്ച് പേർക്ക് മാത്സ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പ്രിപ്പറേഷൻസിൻ്റെ ഒരു കുറവ് ആണ് എല്ലാവരും കൂടുതലായിട്ടും എടുത്ത് പറഞ്ഞത്. എന്തായാലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. താങ്ക് യു.